അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽപ്പെട്ട ചില ആൾക്കാരുടെ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ആ ഫ്ലൈറ്റിൽ സഞ്ചരിച്ച ചില ആൾക്കാരെ അവരുടെ കുടുംബം നഷ്ടപ്പെട്ടവരും അവരുടെ കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടവരുമൊക്കെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പല ഡെഡ് ബോഡീസും ഐഡൻറ്റിഫൈ ചെയ്യാൻ DNA സഹായം തേടിക്കൊണ്ടിരിക്കുന്നു. വളരെ ചുരുക്കം ഡെഡ് ബോഡികൾ മാത്രമാണ് വിട്ടുകൊടുത്തത്. ആ ഫ്ലൈറ്റിൽ മരണപ്പെട്ട ചില ആൾക്കാരുടെ വിവരങ്ങളാണ് ഇപ്പം പുറത്തു വരുന്നത്. അവിടെ ബൻസാര ജില്ലക്കാരായ ഒരു കുടുംബത്തിലെ 5 പേർ മരണപ്പെട്ടു. ഡോക്ടർ കൗമി വ്യാസ് ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രദീപ് ജോഷി, മക്കളായ മിരായ, അതുപോലെ ഇരട്ടക്കുട്ടികളായ പ്രത്യുത് നകുൽ, ഇവർ 5 പേരും മരണപ്പെട്ടു. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ അവർ ലണ്ടനിലേക്ക് പോകാൻ ഫ്ലൈറ്റിൽ കയറിയവരാണ്. 5 പേരും മരണപ്പെട്ടു പോയി. അതുപോലെ തന്നെ ഇവര് 5 പേരും രാജസ്ഥാൻ സ്വദേശികളായിരുന്നു എന്നുള്ളതാണ്. പ്രമുഖ മാർബിൾ വ്യവസായി സഞ്ജീവ് മോഡിയുടെ 2 മക്കളൂടെ കൊല്ലപ്പെട്ടു. അവർ 2 പേരും MBAക്കാരാണ്. ശുഭുവും ഷഹാനും MBA ബിരുദധാരികളായിട്ട് ഇവര് പിതാവിൻ്റെ മാർബിൾ വ്യവസായമായിട്ട് ബന്ധപ്പെട്ട് അവര് വ്യവസായം ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാണ്. അവര് 2 പേരും അവിവാഹിതരുമാണ്. അവര് വീട്ടിൽ നിന്ന് ലണ്ടനിലേക്ക് ഒരു ടൂറ്, അവിടെ പിതാവിൻ്റെ ബിസിനസ് കാര്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതിന് ഇടയ്ക്ക് ഒരു ലക്ഷർ കിട്ടിയപ്പോൾ അവര് ഒരു വിനോദയാത്ര പോയതാണ് 2 പേരും. അവർ 2 പേരും ഒരേ സമയം 2 മക്കളും മരണപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരിക്കൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇരിക്കുന്ന സമയം ചെന്നൈക്ക് പോവുകയാണ്. ആ സമയത്ത് ഫ്ലൈറ്റിന് സ്വല്പം താമസം വന്നപ്പോൾ ഞാൻ ആ ലോഞ്ചിലിരുന്നു. എൻ്റെ അടുത്ത് 2 ചെറുപ്പക്കാർ വന്നിരുന്നു. അവർക്ക് എന്നെ ചാനലിലൊക്കെ കണ്ട് പരിചയപ്പെട്ടു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഞങ്ങളുടെ കൂടെ തന്നെ അതേ ഫ്ലൈറ്റിലാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് അല്പം കഴിഞ്ഞപ്പം എല്ലാവരും പോകാൻ റെഡിയായി കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് പോകാം. അന്നേരം ചേട്ടൻ പറഞ്ഞ്, ഞാനേ ഈ ഫ്ലൈറ്റിൽ വരുന്നുള്ളൂ, മറ്റേയാൾ മദ്രാസിലേക്കില്ല, അതെ അടുത്ത ഫ്ലൈറ്റിലേ വരുള്ളൂ. അപ്പോൾ 2 പേരും ചിരിച്ചു. ഞാൻ ചോദിച്ചു, എന്താ? ഞങ്ങൾ ചേട്ടാനിയന്മാർ വ്യവസായികളാണ്, ഒന്നിച്ചൊരു ഫ്ലൈറ്റ് യാത്ര ചെയ്തില്ല. അതൊരു പാഠമാണെന്ന് എനിക്ക്. കാരണം ആ ബിസിനസ് മുഴുവൻ കൈകാര്യം ചെയ്ത ചേട്ടാനിയന്മാർ ഫ്ലൈറ്റിൽ പോകുന്നത് റിസ്ക്കാണ്, 2 പേരും ഒന്നിച്ച് തകരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് മറ്റേയാൾ വീണ്ടും വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയാണ് അടുത്ത ഫ്ലൈറ്റിൽ. അങ്ങനെയാണ് പോയത്. അപ്പോൾ അത് നല്ലൊരു പാഠമായിട്ട് എനിക്ക് തോന്നി. ഇവിടെ ഈ 2 കുട്ടികളും ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നു. ആ ബിസിനസ് മുഴുവൻ ആ മോഡി കുടുംബത്തിൻ്റെ മാർബിൾ ബിസിനസ് നടത്തേണ്ട 2 ചെറുപ്പക്കാരാണ്. അതുകൊണ്ടാണ് അവർ 2 പേരും MBAക്കാരായത്. പക്ഷെ 2 പേരും ഒന്നിച്ച് മരണപ്പെട്ടു എന്നുള്ളതാണ്. അതേസമയത്ത് വിവാഹം കഴിഞ്ഞ് 6 മാസമായുള്ളൂ ഖുശ്ബു എന്ന രാജസ്ഥാൻകാരി. അവരുടെ ഭർത്താവ് ഇംഗ്ലണ്ടിലാണ്. അവർ ഇംഗ്ലണ്ടിലേക്ക് പോകാനായിട്ട് ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ, അങ്ങനെയാണ് ഖുശ്ബു ആ ഫ്ലൈറ്റിൽ കയറിയത് ഭർത്താവിൻ്റെ ഒപ്പം ചേരാൻ. കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായുള്ളൂ. പക്ഷേ ഖുശ്ബുവും മരണപ്പെട്ടു. അതുപോലെ ഭൂമി ചൗഹാൻ എന്ന് പറഞ്ഞ ലേഡി, ഭർത്താവും മക്കളും ഒക്കെ ഇംഗ്ലണ്ടിലാണ്. അവർ ഇന്ത്യയിലേക്ക് വന്നിട്ട് 1-2 വർഷമായി. 2 വർഷത്തോളം കഴിഞ്ഞുകൊണ്ട് അമ്മയപ്പനെയൊക്കെ കാണാൻ അവർ ഇന്ത്യയിൽ വന്നു. അതെല്ലാം കണ്ടിട്ട് അവർ പെട്ടെന്ന് മടങ്ങി പോകാനായിട്ട് നേരെ എയർപോർട്ടിലേക്ക് വരികയാണ്. ഈ ഇംഗ്ലണ്ട് ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട് ഒരു അല്പം താമസിച്ചു. അവരുടെ വീട്ടിൽ നിന്ന് വന്ന് തിരക്കുണ്ട്. ഇവർ ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം കൈ പിടിച്ച് എയർപോർട്ടിനകത്ത് കയറി കഴിഞ്ഞപ്പം ആ ഫ്ലൈറ്റ് റൺവേ കൂടെ പതുക്കെ നീങ്ങി തുടങ്ങി. അപ്പോൾ ഇവർ വിളിച്ചു പറഞ്ഞു ഭർത്താവിൻ്റെ അടുത്ത്, എനിക്ക് ഫ്ലൈറ്റ് മിസ്സായി, ഞാൻ എയർപോർട്ടിൽ ഇരിക്കുകയാണ്. അതിനുശേഷം ഒരു 2-3 മിനിറ്റിനകം അപകടം ഉണ്ടായി. ഭർത്താവിനും ആ കുടുംബത്തിനും മക്കൾക്കും ആശ്വാസമായി. അമ്മ കയറിയില്ലല്ലോ ഫ്ലൈറ്റിൽ. അത് അന്നേരം തന്നെ ഫ്ലൈറ്റ് മിസ്സായി എന്നുള്ള വിവരം ഭർത്താവിനെ വിളിച്ചറിയിച്ചുകൊണ്ട് അവർക്കൊരു ആശ്വാസമായി എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ അവിടെ രക്ഷപ്പെട്ട ആ ഏക വ്യക്തി, അയാൾ ഇരുന്ന സീറ്റ് 11A ആണ്. അത്
അവിടുന്ന് തെറിച്ച് ഇയാൾ ചാടിയതല്ല, ആ ഫ്ലൈറ്റ് ആ സീറ്റ് തെറിച്ചു പോയി. അത് ഫ്ലൈറ്റിലോട്ട് കയറുന്നതിൻ്റെ തൊട്ടടുത്തുള്ള സീറ്റാണ് 11A. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ 11Bയിൽ ഇരുന്ന ഇയാളുടെ സഹോദരനെ പറ്റി യാതൊരു വിവരവുമില്ല. ഇയാൾ വിശാൽ സുരേഷ് എന്ന് പറഞ്ഞ ഇയാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. അതുപോലൊരു സംഭവമാണ് ഏകദേശം 10-25 വർഷം മുമ്പ് തായ്ലൻഡിലുണ്ടായത്. 11A ഇരുന്ന ഒരു സീറ്റുകാരൻ അവിടെയും രക്ഷപ്പെട്ടിട്ടുണ്ട്. തായ്ലൻഡിലെ ജെയിംസ് റുവാങ് സാക്ക് എന്ന വ്യക്തി 10-25 വർഷം മുമ്പ് അയാൾ അവിടുത്തെ ഫ്ലൈറ്റിൽ 11A ടിക്കറ്റിലാണ്, സീറ്റ് നമ്പർ അതാണ്. അയാളും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഒരാൾ രക്ഷപ്പെട്ട 11A സീറ്റിലാണ്. തായ്ലൻഡിൽ 10-25 വർഷം മുമ്പ് അയാൾ ഇപ്പോൾ അത് റിക്കളക്ട് ചെയ്യുന്നു. അവിടുത്തെ അറിയപ്പെടുന്ന ഒരു നടനാണ്, ഗായകനാണ്. ചെറുപ്പം മുതലേ 10-20 വയസ്സുള്ളപ്പോഴുള്ള ഒരു അപകടം. അന്ന് ഇയാൾ സഞ്ചരിച്ച ഫ്ലൈറ്റിൽ 146 പേരുണ്ടായിരുന്നു. അത് അപകടത്തിൽപ്പെട്ടു. 108 പേരും മരണപ്പെട്ടു. ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടു. അതിൻ്റെ കാരണം അതൊരു ചതുപ്പ് പ്രദേശത്ത് വയലിലാണ് ആ ഫ്ലൈറ്റ് വീണത്. 1998 ഡിസംബർ 1-നാണ് സൂരത്തായ് എന്ന സ്ഥലത്താണ് ആ സംഭവം ഉണ്ടായത്. അത് വലിയൊരു അതിശയകരമായ സംഭവം തന്നെയാണ്. ഈ ഇന്ത്യയിലെ ഈ വിമാന അപകടത്തെപ്പറ്റി പറഞ്ഞ് അതിൻ്റെ വാർത്ത വായിച്ച് അതിനകത്ത് എല്ലാവരും മരണപ്പെട്ടു. ഒരാൾ മാത്രം രക്ഷപ്പെട്ടു, 11A സീറ്റ്. അപ്പോഴാണ് അദ്ദേഹം അത് റിക്ലക്ട് ചെയ്യുന്നത്. അതൊരു ഐശ്വര്യമുള്ള സീറ്റാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അയാൾ ദൈവത്തിനോട് നന്ദി പറയുന്ന വ്യക്തിയാണ്. ചെറുപ്പത്തിൽ നല്ല ഗായനായി നടനുമായിട്ട് പേരെടുത്തയാളാണ്. ഇപ്പം 10-25 വർഷം കഴിഞ്ഞ് 40-45 വയസ്സുണ്ടാവും. അയാൾ പറയണത് ആ സീറ്റിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം കൊണ്ട് അതിന് ദൈവത്തിന് നന്ദി പറയുന്നു എന്നാണ്. ദൈവികമായ ഇടപെടലാണ്, അതുകൊണ്ടാണ് അയാൾ രക്ഷപ്പെട്ടത്. അതുപോലെ ഒരു ഇടപെടലാണ് ഇന്ത്യയിലെ അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ ഉണ്ടായത്. അതുകൊണ്ടാണ് ആ ഒരാൾ രക്ഷപ്പെട്ടതെന്നാണ് അദ്ദേഹത്തിൻ്റെ കമൻറ്റ്.